ദേശത്തുകാരനാണെന്ന് തന്നെ പറഞ്ഞു. ചോദ്യം ചോദിക്കാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. സത്യം ഗ്രഹിക്കാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു പത്രത്തിൽ വന്ന കോട്ടിങ്ങുമായിട്ടാണ് അദ്ദേഹം ചോദ്യത്തിന് വന്നത്. അഥവാ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ തവസ്സുൽ, ഇസ്തിഗാസ പോലെയുള്ള മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ നിർവഹിക്കുന്ന കാര്യങ്ങളെ ശിർക്കാക്കുകയും മതഭ്രഷ്ടത കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ സുന്നി ഭാഗത്തു നിന്ന് വൈവിധ്യങ്ങളായ ശബ്ദങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവാറുണ്ട്. അത്തരം പ്രതികരണങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു അത്. അഥവാ മഹാരഥന്മാരായ സഹാബത്തെ കിറാം, അതുപോലെ അംബിയാക്കൾ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി, അവരൊക്കെ പ്രബോധനം ചെയ്ത ഖുർആൻ സുന്നത്ത്, ആ ഖുർആൻ സുന്നത്ത് അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ശിർക്കാവുകയില്ലേ? എന്താണ് ഇതിൻ്റെ നിലപാട് എന്നൊക്കെ അവർ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. സഹോദരൻ ചോദിച്ചത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. അഥവാ ഖബറിൻ്റെ അടുക്കൽ പോയി ഖബറിലുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നതിന് പകരം അവരോട് അർത്ഥിക്കാൻ പറ്റുമോ? രണ്ടാമത്തെ വിഷയം അവിടെ അർത്ഥിക്കുക എന്ന പ്രയോഗമാണ്. പ്രാർത്ഥിക്കുക, അർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം രണ്ടും ഒന്ന് തന്നെയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷ, യാചന എന്ന പലരും ഉണ്ട്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അന്നും എന്നും ഇന്നും പറയുന്നതാണ്. അത് എപ്പോഴും പ്രഖ്യാപിക്കുന്നതുമാണ്. അള്ളാഹുവോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അതിൽ തർക്കം ഇല്ല. എന്നാൽ അർത്ഥിക്കുക എന്നത്, അതല്ലെങ്കിൽ അതിന് അപേക്ഷ എന്നോ യാചന എന്നോ എന്തോ പേരിടട്ടെ, അതൊരു മലയാള പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ പി അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂർ എഴുതിയ അത്തൗഹീദ് എന്ന പുസ്തകം, നമ്മളെ ഇത്തൗഹീദ് അല്ല, അവിടെ അത്തൗഹീദ്, ആ അത്തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രാർത്ഥന രണ്ട് വിധമുണ്ടെന്നും യാതൊരു വസ്തുവിനോട് കാര്യകാരണഗന്ധങ്ങൾക്ക് അതീതമായ വിഷയങ്ങളോ അതല്ലെങ്കിൽ ദിവ്യത്വമുണ്ടെന്ന നിലക്കോ അതല്ലെങ്കിൽ മറഞ്ഞ നിലക്കോ ഗുണം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് ആരാധനയുടെ പരിധിയിൽ വരുന്നതാണെന്നും അല്ലെങ്കിൽ വരികയില്ല എന്ന് പ്രാർത്ഥനയെ തന്നെ ഇപ്പോൾ വന്നിരായ പൊന്മുൾ ഉസ്താദിന്റെ ശിഥിലതന്ത്രങ്ങൾ, ശാന്തി മന്ത്രങ്ങൾ എടുത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ നാട്ടി അബി മൂസ മുസ്ലിയാരുടെ പുസ്തകം എടുത്ത് പറയാറുണ്ട്. അങ്ങനെ പല പുസ്തകങ്ങളും എടുത്ത് പറയാറുണ്ട്. അവർ സ്വന്തം ആളുകളുടെ പുസ്തകം വായിച്ചിട്ടില്ല എന്ന വസ്തുത. ഏതായിരുന്നാലും ഇങ്ങനെ രണ്ടാക്കിയിട്ടുണ്ട്. അഥവാ പിന്നെ ഇസ്ലാമിൻ്റെ ഭാഷയിൽ സാങ്കേതികാർത്ഥത്തിലുള്ള അർത്ഥനയാകുമ്പോൾ, യാചനയാകുമ്പോൾ, പ്രാർത്ഥനയാകുമ്പോൾ, അപേക്ഷയാകുമ്പോൾ അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നതാണ്. അതല്ല കേവലം അപേക്ഷ, യാചന ആ അർത്ഥത്തിലാണെങ്കിൽ ഭാഷയിൽ എന്തോ പ്രയോഗിക്കട്ടെ, പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയ ഔലിയാക്കൾക്ക് നൽകപ്പെട്ട മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുക എന്നത് ഒരിക്കലും വിലക്കപ്പെട്ടതല്ല. അത് ഹദീസിന് വിരുദ്ധമാണെന്നോ ആയത്തിന് വിരുദ്ധമാണെന്നോ പറഞ്ഞ ഒരു വിഷയവും ഒരു പ്രമാണവും എവിടെയും ഇല്ല എന്നുള്ളത് സാന്ദർഭികമായി പ്രിയപ്പെട്ടവരെ ഉണർത്തുകയാണ്. ഇനി രണ്ടാമതായി പറഞ്ഞത്, ഇങ്ങനെ ഖബറാളികളോട് അവർക്ക് വേണ്ടി അർത്ഥിക്കുന്നതിന് പകരം ഖബറാളികളോട് അർത്ഥിക്കുക എന്ന സ്വഭാവം അത് എങ്ങനെയാണുള്ളത്? സഹാബത്തെ കിറാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ മുൻഗാമികൾ നിർവഹിച്ചിട്ടുണ്ടോ? മഹാരഥന്മാരായ പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കാറുള്ളത്. മഹാനരായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അല്ലാഹുവിന്റെ റസൂൽ മുത്തബിഉ സുന്ന എന്ന പേര് നൽകപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ടവർ യസീദ് ഇബ്നു മുആവിയ എന്ന് പറയുന്ന ഭരണാധികാരിയിൽ നിന്ന് ഒരുപാട് വിഷമം നേരിട്ടപ്പോ ബഹുമാനപ്പെട്ട യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിഷമം നേരിട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ 40ഓളം സഹാബത്തിനെ കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പടച്ച തമ്പുരാനോട് വളജൂബില്ല, അള്ളാഹുവോട് സഹായം ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിലുള്ള നബി തങ്ങളോട് പ്രിയപ്പെട്ടവരെ സഹായാർത്ഥന നടത്തുന്നു, അർത്ഥന നടത്തുന്നു. ആരാണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ്. ആരാണ് റിപ്പോർട്ട് ചെയ്തത്? അല്ലാമ മസ്ഊദിയാണ്. എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത്? മുറൂജുൽ ദഹബിലാണ്.
സിംതുന്നുജൂമിൽ അവാലിയിലാണ് 17ഓളം ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം വസ്തുനിഷ്ഠമായിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പോൾ ആ അർത്ഥന ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള ഇബാദത്താകുന്ന അർത്ഥനയല്ല. സാങ്കേതിക ഭാഷയിലുള്ള അർത്ഥന അത് അല്ലാഹുവല്ലാത്തവരോട് നിർവഹിച്ചാൽ അത് ശിർക്കാണ്. അല്ലാഹുവല്ലാത്തവരോട് ദുആ ഇരുന്നാൽ അത് ശിർക്കാണ്. അതിൽ സുന്നികൾക്ക് തർക്കമില്ല എന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനെ ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ആ വിഷയത്തിൽ താങ്കൾ ഇപ്പോൾ ഉദ്ധരിച്ച ഉദ്ധരണിയോ ഹദീസോ ഒന്നും അല്ലല്ലോ കുന്നത്തേരിയിൽ ഉദ്ധരിച്ചത്. നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ സദസ്സിന് വേണ്ടി ആ ഹദീസിന്റെ തുടക്കം മുതൽ വായിച്ച് നിങ്ങൾ അർത്ഥം വെച്ച് ആ ഹദീസ് ഖബറുകൾ ചെന്ന് ഇവിടത്തെ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തെളിവാണ് എന്നുള്ളതിന് നിങ്ങൾ കുന്നത്തേരിയിൽ ഉദ്ധരിച്ച ഹദീസ് ആദ്യം മുതൽ ഒന്ന് വായിച്ച് അർത്ഥം വെച്ച് എനിക്ക് അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ശിഹാബ് സാഹിബ് ചോദിച്ച ചോദ്യത്തിന്റെ 2ാം പാർട്ടാണ് ഇത്. 1ാം പാർട്ടിന് ഞാൻ മറുപടി പറഞ്ഞതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കൊടുക്കുമൈക്ക്. നിങ്ങൾ ഇത്ര പ്രാമാണികമായാണ് അത് ഉദ്ധരിച്ചതിരുന്നു എങ്കിൽ കുന്നത്തേരിയിൽ എന്തിനാ നിങ്ങൾ ഈ ഹദീസായി വന്ന? കുന്നത്തേരിയിലല്ല, ഇൻഷാ അല്ലാഹ് ഓരോ സംവാദത്തിലും ഓരോ തെളിവുകൊണ്ട് ഞങ്ങൾ വരും. അത് സുന്നികളുടെ അഴിവാണ്. അത് പടച്ചോൻ പോലും എന്താണ് ഇൻഷാ അല്ലാഹ് അതിനെ വ്യക്തമായ മറുപടി ഓരോന്നും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അതിന്റെ ഹദീസൊക്കെ വായിച്ച് സനദൊക്കെ വായിച്ച് എല്ലാം വ്യക്തമാക്കിയിട്ട് തന്നെ ഇവിടുന്ന് പോകുള്ളൂ. അതിന് വന്ന് തന്നെ ഞങ്ങൾ. അതുകൊണ്ട് ആദ്യത്തെ പാർട്ടിന് ഞാൻ പറഞ്ഞ മറുപടിയെ കുറിച്ച് ശിഹാബ് സാഹിബിനുള്ള പ്രതികരണം എന്താണ് എന്ന് അറിയണം. കൃത്യമായി ഞാൻ പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ കാര്യമാണ് നിങ്ങൾ അതിന് മറുപടിയായി വെച്ചത്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കാര്യം നിങ്ങൾ കുന്നത്തേരിയിൽ ഉദ്ധരിച്ചതോ? അതാണ് ഇവിടെ വേണ്ടത്. കുന്നത്തേരിയിൽ ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിക്കുമ്പോൾ കൃത്യമായി ബോധ്യമാവും ഈ ജനങ്ങൾക്ക് ഏതാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ പ്രതികരിക്കുന്ന എന്നോട് പ്രതികരണം ചോദിച്ച് ഞാൻ പറയാതെ തന്നെ ആ നിങ്ങൾ പറഞ്ഞ മറുപടിയും കുന്നത്തേരിയിൽ നിങ്ങൾ ഉദ്ധരിച്ച ഹദീസും വെച്ച് ഈ ജനങ്ങൾ ബോധ്യപ്പെട്ടോളും. ശിഹാബ് സാഹിബ് ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യം ചോദിച്ചപ്പോൾ നമുക്ക് ഓരോ ചോദ്യം നമുക്ക് അങ്ങനെ പിരിയാന്ന് പറഞ്ഞു. കുന്നത്തേരിയിലുള്ള ഹദീസ് ഇൻഷാ അല്ലാഹ് ഇപ്പം എന്താ പറയാൻ പോകുന്നത് എന്നും എന്താ നിങ്ങളുടെ പ്രതികരണം എന്നൊക്കെ നമുക്കറിയാം. കാരണം ഒരുപാട് കണ്ടതുമാണ് കേട്ടതുമാണ് വിഷയം. അതൊക്കെ കണ്ടിട്ട് തന്നെ വന്നത്. പക്ഷേ നിങ്ങൾ ഒരു ഇൻട്രഡക്ഷൻ എന്നോളം നിങ്ങളുടെ ചോദ്യം 2 പാർട്ടാക്കി. എന്നിട്ട് ആദ്യത്തെ ഒരു പാർട്ട് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖപത്രത്തിൽ നിന്ന് വായിച്ചു. അതിൽ കുന്നത്തേരിയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസൊന്നും ഉദ്ധരിച്ചിട്ടില്ല. പക്ഷേ ആ ഉദ്ധരിച്ച വിഷയവും അതിനോടനുബന്ധിച്ച് താങ്കൾ പറഞ്ഞ വിഷയവും ഞാൻ ഇവിടെ വിശദീകരിച്ചപ്പോൾ ആ വിശദീകരണത്തിന്റെ പ്രതികരണം പറയാൻ എന്താ ഒരു സുഹൃത്തിനൊരു മടി. പേടിയെന്നൊന്നും നമ്മൾ പറയില്ല, പേടിയൊന്നുമില്ല, ഒരു മടി എന്തോ ഉണ്ട്. ഒന്ന് കൊടുക്കേ, ഒന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ എന്റെ പ്രതികരണം ഇതാണ്. നിങ്ങൾ കുന്നത്തേരിയിൽ ഉദ്ധരിച്ച ഹദീസ് വായിക്കുക, കൃത്യമായി അർത്ഥം വെച്ച് അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരിക. നിങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസോ ഏതോ കിതാബിലെ ഉദ്ധരണിയോ ഉദ്ധരിച്ചെങ്കിൽ ആ ഉദ്ധരണിയാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് അർത്ഥിക്കാനോ പ്രാർത്ഥിക്കാനോ നിങ്ങൾ കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന എന്ന്. ആ പ്രാർത്ഥന ഖബറിങ്കൽ ചെന്ന് നടത്തുന്നതിന് തെളിവായി നിങ്ങൾക്ക് അതായിരുന്നു പ്രാമാണികമെങ്കിൽ നിങ്ങൾ കുന്നത്തേരിയിൽ ഉദ്ധരിച്ചത് മറ്റൊരു ഹദീസാണ്. ആ ഹദീസോ കട്ട് വായിച്ചു. നിങ്ങൾ ആ കട്ട് വായിച്ചത് കൃത്യമായി നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടും നിങ്ങൾ ഓതിയില്ല, പറഞ്ഞില്ല, പരിപാടി കലക്കി, നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുന്നത്തേരി സംവാദത്തിലെ ഹദീസ് തുടക്കം മുതൽ നിങ്ങളൊന്ന് ഉദ്ധരിച്ച് അതിന്റെ അർത്ഥം വെച്ച് എനിക്ക് ബോധ്യപ്പെടുത്തി തരാൻ ആവശ്യപ്പെടുന്നത്. കുന്നത്തേരിയിലെ ഹദീസ് തുടക്കം മുതൽ ഒടുക്കം വരെ അർത്ഥം വെച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. അതടക്കമുള്ള വിഷയത്തിന് ഞങ്ങൾ വന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചോദ്യത്തിന്റെ 1ാമത്തെ പാർട്ടിന് ഞാൻ നൽകിയ മറുപടിക്ക് പ്രതികരിക്കാൻ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമുണ്ട് എന്നുള്ളത് ന്യായമായിട്ടും ഈ സമൂഹം സംശയിക്കാൻ. അല്ലെങ്കിൽ എന്താ അതിനൊരു വിഷയമുള്ളത്? ഞാൻ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ കണ്ണൂർ പ്രസിദ്ധീകരിച്ച അത്തൗഹീദിന്റെ ഒരു വിഷയം പ്രാർത്ഥന 2 വിധമുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞ വിഷയം പറഞ്ഞപ്പോൾ അതിനുള്ള പ്രതികരണം ഇതതിൻ്റെ പ്രതികരണം. നോ സ്മോക്കിംഗ്, മുണ്ടിപ്പോകരുത്, ഇങ്ങനെ അർത്ഥം വെച്ച പ്രതികരണമാകുമോ? അതല്ലല്ലോ. ഒരു വിഷയത്തിന് എന്ത് വേണം? ആ പ്രതികരണം അതങ്ങ് പ്രതികരിച്ചോളൂ. ഒന്നുകിൽ അത് ശരിയല്ല എന്ന് പറയാം, അല്ലെ ശരിയാണ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് നോക്കട്ടെ എന്ന് പറയാം. ഇൻഷാ അല്ലാഹ് ആ വിഷയത വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ സനദ് സഹിതം തന്നെ നമ്മൾ വിശദീകരിക്കും. ഒരു പ്രശ്നമല്ല. അതൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നിട്ടുള്ളത്. കുന്നത്തേരി ആവട്ടെ, ഇടമുട്ടത്താവട്ടെ, അല്ലാത്തവരാകട്ടെ, ആരാ തോറ്റതെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ആ വിഷയമൊന്നും നിങ്ങൾ പറഞ്ഞ് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും സംസാരിക്കേണ്ട ആവശ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഉണർത്താനുള്ളത് ആ വിഷയം ഒന്ന് പിന്നെ അതിൻ്റെ പ്രതികരണം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളോട് എത്ര തന്നെ പറഞ്ഞാലും എൻ്റെ പ്രതികരണം നിങ്ങൾ പറഞ്ഞത് ഈ സദസ്സിനെ കേൾപ്പിക്കാൻ എന്നാണ്.
ആ സദസ്സിനോട് ഞാൻ ആ സദസ്സിന്റെ മുന്നിൽ നിന്ന് പറയുന്നു, നിങ്ങൾ കുന്നത്തേരി സംവാദത്തിന്റെ ഹദീസ് തുടക്കം മുതൽ വായിച്ച് അവസാനം വരെ അർത്ഥം വെച്ച് അത് കബറിങ്കൽ നിന്ന് ഇവിടുത്തെ കേരള ജനതയ്ക്ക് കബറിങ്കൽ നിന്ന് പ്രാർത്ഥിക്കാൻ തെളിവാകും എങ്കിൽ നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ അപ്പോൾ ഞങ്ങൾ പറയാം. കുന്നത്തേരി സംവാദത്തിൽ ഉദ്ധരിച്ച ഹദീസ് തീർത്ത് വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുത്താൽ അയാൾ നേരത്തേത് പ്രതികരിക്കാം എന്നാണ് പറയുന്നത്, അല്ലേ? അതിനും വേണ്ടി വരണം, അല്ലേ? അത് ശരി. അപ്പൊ ലക്ഷ്യം നമുക്ക് മനസ്സിലായി. നേരത്തെ സഖാഫി പറഞ്ഞ മറുപടി തടിക്ക് കൊണ്ടതാ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. അതിൻ്റെ ആവശ്യമല്ലല്ലോ. ഞാൻ ഹദീസ് വിശദീകരിക്കാം. ഇനിയിപ്പോൾ അതുകൊണ്ടൊരു വിഷമം വേണ്ട. വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദി ലയൻസിലന്ന ഈസ ബിനു മറിയമ ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദില ഫലയുകസ്സിറന്ന സ്വലീബ വലയഖ്തുലന്നൽ ഖിൻസീറ വലയുദ്ഹിബന്ന സഹ്നാഅ വലയുസ്ലിഹന്ന ദാത്തുൽ ബൈനി വലയുദ്ഹിബന്ന സഹ്നാഅ വലയുഉറദന്ന അലൈഹിൽ മാലു ഫലാ യഖ്ബലുഹു ثم لئن قام على قبري فقال يا محمد لأجيبنه. ഓക്കേ, ഇനി ഹദീസ് വിശദീകരിക്കുന്ന അർത്ഥം പറയാം. അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ ശരീരം ആരുടെ അധീനതയിലാണോ അവനെ തന്നെയാണ് സത്യം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നീതിമാനായ ഭരണാധികാരിയായി ഇറങ്ങി വരും. ഫലയുകസ്സിറന്ന സ്വലീബ കുരിശ് തകർക്കും. വലയഖ്തുലന്നൽ ഖിൻസീറ പന്നിയെ കൊല്ലും. വലയുസ്ലിഹന്ന ദാത്തൽ ബൈനി ഇടയിലുള്ള പ്രശ്നം അദ്ദേഹം പരിഹരിക്കും. വലയുദ്ഹിബന്ന സഹ്നാഅ വിദ്വേഷം ഇല്ലായ്മ ചെയ്യും. വലയുഉറദന്ന അലൈഹിൽ മാലു സമ്പത്ത് തനിക്ക് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ഫലാ യഖ്ബലുഹു അദ്ദേഹം അത് സ്വീകരിക്കില്ല. ثم لئن قام على قبري അങ്ങനെ അദ്ദേഹം എൻ്റെ ഖബറിനു സമീപം വന്നു നിൽക്കുകയും ഫഖാല അവിടുന്ന് വിളിക്കുകയും ചെയ്താൽ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുകയും ചെയ്താൽ ലഉജീബന്നഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിക്ക് നിശ്ചയം ഞാൻ ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ماذا تقول فيها؟